നമ്മള് രണ്ടാളും കാണാത്ത ഒരു പക്ഷെ പാട്ട് ആദ്യമായിട്ടാ കേൾക്കാൻ പോണേ അല്ലേ? പാട്ട് ആദ്യമായിട്ടാ. നമ്മളെല്ലാവരും പാട്ട് ആദ്യമായിട്ട് കേട്ട് വർത്താനം പറയൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. വിളിക്കാം നമുക്ക്. വിളിക്കൂ. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ വാസുകി കുട്ടി ഓൺ സ്റ്റേജ് വാസുകി ഫ്രം മലപ്പുറം. ഒരു സുന്ദരിമണി. ദോ വந்தாச்சு வாசுகி. வாசுகி எப்படி இருக்கு? സുഖ. ഈ പാവാട ആര് വാങ്ങിച്ചെന്നാ? ഇതെന്റെ ഫ്രണ്ടിന്റെയാ. ഫ്രണ്ടിന്റെ പാവാട. ഫ്രണ്ടിന്റെ പാവാട അതെങ്ങനെ കടർത്തുന്നത്? എപ്പോഴും ഞാൻ ഡ്രസ് വാങ്ങിക്കും. അപ്പൊ എന്റെ അനിയത്തി എപ്പോഴും ഒരു ചോദ്യം ചോദിക്കും, അമ്മ എനിക്ക് ഡ്രസ്സ് വേണമെന്ന്. അപ്പൊ അമ്മയ്ക്ക് അത് കേൾക്കുമ്പോ വിഷമം വരിക. അപ്പൊ അമ്മ വിചാരിച്ച് വാങ്ങണ്ട, ഫ്രണ്ടിന്റെ കയ്യിന്ന് കടം വാങ്ങിക്കാന്ന്. അനിയത്തിക്ക് അമ്മ എപ്പോഴും ഡ്രസ്സ് വാങ്ങും. അപ്പൊ കുഞ്ഞ് എപ്പോഴും പറയും എനിക്കും ഡ്രസ്സ് വേണമെന്ന്. അപ്പൊ അമ്മയ്ക്ക് സങ്കടയോ ഇത് എന്നും രണ്ടുപേർക്ക് ഡ്രസ്സ് വാങ്ങിട്ട്. അപ്പൊ അമ്മ ഇപ്രാവശ്യം വിചാരിച്ചു വേണ്ട, ആരെങ്കിലും അങ്ങനെ കടം വാങ്ങിക്കൊടുത്തൊരു ഉടുപ്പാണ് ഈ കാണുന്നത്. സ്വന്തം പാവാട എവിടെ പോയി? സ്വന്തം അവിടെ ടൈറ്റാ. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാ അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, അതാരാ 3 പേര് അവിടെ ഇരിക്കുന്ന? അച്ഛയും അമ്മയും ഇതല്ലേ നേരത്തെ പറഞ്ഞ നമ്മുടെ അനിയത്തി? അവരുടെ പേരെന്താ അച്ഛയുടെ അമ്മയുടെയും? അച്ഛന്റെ പേര് പ്രശോഭ്, അമ്മേന്റെ പേര് അഞ്ജലി. അഞ്ജലി. അനിയത്തി കുഞ്ഞിന്റെയോ? വാമിക. വാമിക. ഹലോ വാമിക. ആണ്. അതാണ് പുതിയ ഉടുപ്പ്. മുത്തശ്ശി വാങ്ങിക്കൊടുത്തത്. അയ്യോ കയ്യിലെന്താ? അഞ്ജലി ചേച്ചി അതെന്തായിരുന്നു? ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഈ ഡ്രസ്സ് കടം വാങ്ങിയതാ, എന്റെ പാവാട കുറച്ച് ടൈറ്റ് ആയി എന്ന് പറഞ്ഞു. അതെന്താ സംഭവം? അവക്ക് കൊറേ പാവാടയും ബ്ലൗസ് ഉണ്ട്. പക്ഷെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് വേദ ക്ലാസ്സില്. അപ്പൊ വേദയുടെ ഉടുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഈ കഥയല്ലാട്ടോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഞങ്ങളുടെ അടുത്ത് വേറെ കഥയാ പറഞ്ഞത്. അനിയത്തിക്ക് മാത്രം എപ്പോഴും ഡ്രസ്സ് വാങ്ങും. അപ്പൊ ഞാനും വേണമെന്ന് പറയാം. അപ്പൊ അമ്മയ്ക്ക് വിഷമായിട്ട് അമ്മ വേറൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി തന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ ഒരാള്? അതെ, ഇവിടെ ഒരു ചുന്തിരി കുട്ടിയാണ്. ചുന്തിരി. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? കല്യാണി കളവാണി. കല്യാണി കളവാണി. അപ്പൊ ഡീറ്റെയിൽസ് പറയാമോ? പാടിയത് പി മാധുരി അമ്മ, എഴുതിയത് വയലാർ രാമവർമ്മ സാർ, മ്യൂസിക് ജി പറഞ്ഞോ. ദേവരാജൻ മാസ്റ്റർ. സിനിമ അനുഭവങ്ങൾ പാളിച്ചകൾ. വർഷം 1971. ഓക്കെ, എല്ലാം പഠിച്ച ഗുഡ് ഗേൾ. എല്ലാം പഠിച്ചു. അത് ആരൊക്കെയാ അവിടെ ഇരിക്കുന്നതെന്നൊന്ന് പറയാവോ? അനിയത്തി കുഞ്ഞല്ല, ബാക്കി ആ 3 ആൾക്കാര്. ഞങ്ങളും ആര്യ ചേച്ചിയും പിന്നെ ഉണ്ണിയങ്ങളും. ഉണ്ണിയങ്ങളോ? ഇതാരാ? മീനുട്ടി ചേച്ചി. അത് മീനുട്ടി ചേച്ചി. എല്ലാം അറിയാം. ഇവിടെ ആരെയാ ഏറ്റവും ഇഷ്ടം കുഞ്ഞിന്? ടി വി കണ്ടിട്ട് ടോപ്പ് സിംഗർ കണ്ടിട്ടുണ്ടോ ടിവിയില്? അപ്പൊ ആര്യ എവിടെ ഏറ്റവും ഇഷ്ടം? മീനുട്ടി ചേച്ചിനെ, ആര്യ ചേച്ചിനെ. പെൺകുട്ടികളോടാണ് താല്പര്യം എന്ന് തോന്നുന്നു. നന്നായിട്ട് പാടണേ. All the best. Okay, all the best. Thank you. കളവാണി ചെല്ലം മിഴിച്ചെല്ല വെള്ളിത്താഴ്വര
മീനുകുട്ടാ എന്തോ പറയുന്ന കേട്ടോ, നമ്മുടെ ആര്യ നീ എന്നൊക്കെ വിളിക്കുന്നത്. നീ ഇന്ന് വിളിച്ചോ ആര്യ ചേച്ചീനെ? ഇല്ല, ഇല്ലല്ലോ. നിന്റെ ഇടത്തെ അതാരെ കാണിച്ചു? കൺപുരികം അത് ഞാൻ, നിന്റേന്ന് കാണിച്ചില്ലേ? അതാരായിരുന്നു? അത് ഞാൻ, അത് ഞാൻ ഞാനോ? ഞാൻ ആരെയാ കാണിച്ചേ? ഞാൻ ആര്യ ചേച്ചിനെ കാണിച്ചു. അതല്ലേ പറഞ്ഞേ. ആ. അപ്പൊ നിന്റെ ഇടത്തെ കൺപുരികം തുടിക്കണുണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു. തുടിക്കണുണ്ടോ? നിന്റെ നെഞ്ചിനകത്തൊരു മോഹം തളിർക്കണുണ്ടോന്ന് ചോദിച്ചു. ഇങ്ങനെ ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ ചോദിച്ചു. ഷഗ് ചെയ്തു. പിന്നെ തത്തമ്മേന്ന് വിളിച്ചു. എങ്ങനെ തത്തമ്മ എങ്ങനെ? ഇതൊക്കെ ആരാ പഠിപ്പിച്ചിരുന്നേ? അമ്മ. അമ്മയാണോ പാട്ട് പഠിപ്പിച്ചു തന്നേ? പക്ഷെ ആ. അച്ഛനാണ് ഒരു പാട്ട് ഫുള്ള് പാടാൻ പറഞ്ഞ, അച്ഛനാണ് ഫുള്ള് പാടുക. അതേത് പാട്ട്? അമ്മക്ക് ഏതേലും പാട്ട് പാടാൻ പറഞ്ഞ അച്ഛന് അല്ല, അമ്മ അത് ഫുള്ള് പാടൂല, അമ്മക്ക് കുറച്ചറിയുള്ളൂ. അമ്മക്ക് കുറച്ചറിയുള്ളൂ. പക്ഷെ ഡാൻസ് സ്റ്റെപ്പൊക്കെ അമ്മയെ പഠിപ്പിച്ചിരുന്നേ. അമ്മക്ക് ഭയങ്കര നാടാണോ അമ്മക്ക് ഫുള്ള് പാടാത്തത്? ആയിരിക്കും. എന്താ 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 അമ്മ ഫുള്ള് പാടാത്തത്? ആണെന്ന് എനിക്ക് കാണണം. പക്ഷെ അമ്മ എവിടെ കണ്ടാലും അമ്മ അവിടെ പാടാറില്ല. അമ്മ നന്നായി പാടുവോ? വാസുകുട്ടിക്ക് ആഗ്രഹം ഉണ്ടോ അമ്മ പാടണമെന്ന്? അച്ഛൻ പാടണെന്ന്. അച്ഛൻ പാടണമെന്ന് ആഗ്രഹം. അച്ഛൻ പാടണമെന്നാണോ? അപ്പൊ അമ്മയുടെ പാട്ട് നല്ലല്ലേ? അത്രയ്ക്ക് നല്ലതല്ല. അപ്പൊ അച്ഛന്റെ ഒരു ലൈൻ കേട്ടാലോ നമുക്ക്? അച്ഛന്റെ പേരെന്താണ്? പ്രശോഭ്. മുന്നേ പറഞ്ഞ കേട്ടില്ല? മുമ്പേ പറഞ്ഞിരുന്നോ? മറന്നുപോയി. മറന്നുപോയി. അതാ പാവം. അപ്പൊ അച്ഛന്റെ പാട്ട് കേൾക്കാം. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യും നിതാ. വെരി ഗുഡ്. കലക്കി. അച്ഛന് എത്ര മാർക്ക് കൊടുക്കാം? അച്ഛന് 100-ല് 100 കൊടുത്തു. അതിൽ കുറഞ്ഞൊരു മാർക്കില്ല കേട്ടോ മീനുട്ടി. അതെ. വാസുവിക്കുട്ടി നല്ല ചിരിച്ച് പാടുന്നുണ്ടല്ലോ ഫുൾ സോങ്. ഫസ്റ്റ് അങ്ങനെ ചെറിയതായിട്ട് എടുത്തില്ലേ, ആ സമയത്ത് ചിരിച്ചില്ല. പക്ഷെ സാറില്ല കേട്ടോ, ഫുൾ സോങ് നല്ല സ്മൈൽ ചെയ്ത് ഭംഗിയായി പാടി. അതിലിടയ്ക്ക് ആര്യ ചേച്ചിയായിട്ട് ഇന്ററാക്ട് ചെയ്തു. ഓരോ ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്ന സമയത്ത് പാടി. നന്നായി പാടി മോളെ. ഏത് ക്ലാസ്സിലാ പൊന്നെ പഠിക്കുന്നേ? 2-ല്. എന്ത് പറയുന്നു സ്കൂളിലെല്ലാരും? ഈ ഡ്രസ് കിട്ടിയ ഡ്രസ് വാങ്ങിയ കുട്ടീന്റെ കുട്ടി പറഞ്ഞു വീഡിയോ ആയിട്ട് ഇങ്ങനെ വോയിസ് എടുക്കാൻ പറ്റുക. അതിനകത്ത് പറഞ്ഞു വാസുകി ലിറ്റിൽ ഏഞ്ചൽ വാസുകി നന്നായിട്ട് പാടണേ, ഓൾ ദ ബെസ്റ്റ് എന്ന്. അങ്ങനെ പറഞ്ഞു വാസുകി ലിറ്റിൽ ഏഞ്ചൽ വാസുകി നന്നായിട്ട് പാടണേ. അത് പ്രൊഫൈൽ എടുക്കാൻ പോയി വീഡിയോ എടുക്കാനായിട്ട്. അപ്പൊ പോകുമ്പോ പറയുന്നു അങ്ങനെ പറഞ്ഞല്ലേ. നല്ല ഫ്രണ്ടാണ് കേട്ടോ. മിടിമിടിക്കാണപ്പോ നന്നായി പാടിട്ടാ മോളെ. എനിക്ക് ആ ആൺപൂവാണേലമ്പൽ ആ ഒരു ഇതുണ്ട്. ആ ബമ്പുകള് ഭയങ്കര രസമുണ്ടായിരുന്നു വാസുകുട്ടി പാടുന്നത്. ഈ ഫുൾ പാട്ട് ഇങ്ങനെയൊക്കെ പാടാന്ന് പറഞ്ഞാ ഒരു സംഭവമാണല്ലോ നമ്മുടെ വാസുകി. കറക്റ്റ് സെലക്ട് ആക്കിയ പാട്ട് എന്റെ ഇഷ്ടമുള്ള പാട്ട് വരുന്നു. അമ്മ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പാട്ട് വരുന്നു. അമ്മ പ്രാർത്ഥിച്ചോണ്ടതുകൊണ്ട് അത് വന്നേ. അടിച്ചല്ലോ ഒരു മധുര മഴ. ഇങ്ങനെ പോവാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തോ വാരിക്കോ. വാസു, അപ്പൊ പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നല്ല രീതിയിൽ പാടണം കേട്ടോ. ടാറ്റാ 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 ബൈ ടാറ്റാ.